ഞാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ. ഒരനുഭവം പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത്. 18 വയസ്സുള്ളൊരു പയ്യൻ. അവന് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ, റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ ആയിരുന്നു. അത് സർജിക്കലി കറക്റ്റ് ചെയ്ത് ഞാൻ അവനെ ഡിസ്ചാർജിന് പറഞ്ഞ ദിവസം അവൻ്റെ ഉമ്മ സാറിനോട് പുറത്തു വന്നൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒ പിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒ പിയിൽ വന്ന് ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു. ഡോക്ടറെ, ഇന്ന് മോനെ ഡിസ്ചാർജ് ചെയ്തത്. ഞാൻ ചോദിച്ചു, എന്താണ്? അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, മുറിവിൻ്റെ ഉണക്കം വെച്ച് തുടങ്ങി, നിങ്ങളെന്താ ഡിസ്ചാർജ്? അതല്ല വിഷയം. അവന് ഒരു കാര്യം രോഗവുമായി ബന്ധപ്പെട്ടല്ല, അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഡോക്ടറോട് പറയണം. ഡോക്ടറെ ഒരു സ്വന്തം ബ്രദറിനെ പോലെ കാണുന്നത് കൊണ്ടാണിത് പറയുന്നത്. ഇതിന് ഡോക്ടർ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു. അതായത് കേവലം 18 വയസ്സുള്ള ആ ഉമ്മയുടെ മോൻ ലഹരിക്കടിമയാണ്. വീട്ടിൽ നിന്നറിയാതെ പുറത്തു പോവുകയും അവൻ്റെ സിസ്റ്റർമാർ ഈ കാര്യം ലഹരിക്കടിമയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുകയും ചെയ്തു. എങ്ങനെയെങ്കിലും അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം. ഇങ്ങനെ ഒന്നല്ല, ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷവും കാലഘട്ടവും വളരെ ലഹരി എന്ന മാരകമായ വിപത്തിനെ എങ്ങനെ ചെറുക്കണമെന്നുള്ള രീതിയിലുള്ള ചിന്തകളുമായി നമ്മുടെ ഭരണകൂടവും പൊതുസമൂഹവും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം വളരെ ഭയപ്പെടുന്നൊരു അന്തരീക്ഷത്തിലാണ് ഉള്ളത്. ഇങ്ങനെയുള്ളൊരവസരത്തിൽ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് തീർച്ചയായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുള്ളൊരു ക്യാമ്പസാണ് ഷെയ്ഖ് അക്കാദമി.